എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി സാദമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് കാണാം. കൂടാതെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും കൂടെ അറിയാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതുകൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതും പേസ്റ്റ് ആക്കിയതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിലേക്കൊരു 4 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് സവാള, ഒരു വലിയ സവാളയാണ്, അല്ലെങ്കിൽ 1 കപ്പ് സവാള നമുക്ക് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഇതിലേക്ക് 6 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ തക്കാളി സാധനത്തിന് നിറയെ തക്കാളി വേണം, ടൊമാറ്റോ. അപ്പം അതോടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. ഇത് നന്നായി ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയും രണ്ടും മിക്സ് ചെയ്തതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കാം. ടൊമാറ്റോ റൈസിന് നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. ഇത് ഞാൻ 1.5 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയേക്കുവാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം, നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊരു 1 pot ഡിഷാണ്. ഒരു പാത്രം മതി കുക്ക് ചെയ്യാൻ. അരിയും ടൊമാറ്റോയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിലേക്ക് തിളച്ച വെള്ളം 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അത് കറക്റ്റാണോ, ഉപ്പ് എരിവ് ഒക്കെ നമുക്കിപ്പോൾ നോക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. അടച്ച് വേവിക്കാം. ഒരു സ്റ്റീം. ഇങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റീം മതി. സ്റ്റീം പോയിടനെ തുറന്ന് നോക്കാം. ഇത് കളർഫുള്ളായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയൊന്ന് നോക്കാം. ചോറ് തമ്മിൽ ഒട്ടുന്നൊന്നുമില്ല. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി സാദം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.